അപ്പം ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രോഗ്രാം ലിങ്കിങ് ആണ്, അല്ലെങ്കിൽ ലിങ്കിങ് ലോഡേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ എന്താണ് ലോഡേഴ്സ്, ഏതൊക്കെ ലോഡേഴ്സ് പഠിച്ചു? അബ്സല്യൂട്ട് ലോഡറും റീലൊക്കേഷൻ ലോഡേഴ്സിനെ പറ്റിയും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഗ്രാം ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്കിങ് ലോഡേഴ്സിനെ പറ്റിയിട്ട്. ലിങ്കിങ് ലോഡേഴ്സ് എന്താണെന്നും അതിൻ്റെ ഡേറ്റ സ്ട്രക്ചറും അതിനകത്തുള്ള 2 പാസസും അൽഗോരിതംസും ആണ് നമുക്കിതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇത്രയും വരെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതെന്താണെന്നുള്ള സ്റ്റഡി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഗ്രാം ലിങ്കിങ് നിങ്ങൾ ഓൾറെഡി നമ്മൾ അബ്സല്യൂട്ട് ലോഡറിലും റിലൊക്കേഷൻ ലോഡറിലും നമ്മൾ പഠിച്ചതാണ്. അബ്സല്യൂട്ട് ലോഡർ എന്ന് വെച്ചാൽ എന്താണോ നമ്മളുടെ മെമ്മറി അഡ്രസ്സ്, ആ മെമ്മറിയിലോട്ട്, അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ ഏത് ലൊക്കേഷനിലാണോ പറയുന്നത് ആ ഒരു അഡ്രസ്സിൽ നിന്നും ഏത് അഡ്രസ്സിലാണോ നമുക്ക് ലോഡ് ചെയ്യേണ്ടത് ആ അഡ്രസ്സിലോട്ട് ഓരോ ടെക്സ്റ്റ് റെക്കോർഡുകളെയും ഹെഡർ റെക്കോർഡുകളെയും എൻ്റെ റെക്കോർഡുകളെയും ആ ഒരു കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലോട്ട് കറക്റ്റായിട്ട് പറക്കി ഇടുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അബ്സല്യൂട്ട് ലോഡർ ചെയ്യുന്നത്. ഓക്കെ, റീലൊക്കേഷൻ ലോഡർ എന്താ ചെയ്യുന്നത്? ഏതാണോ നമ്മളുടെ മെമ്മറി ലൊക്കേഷൻ, അതായത് നമ്മളിപ്പം 00 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റീലൊക്കേഷൻ എവിടെയാണ്? 4000 നമ്മളുടെ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നെങ്കിൽ നമ്മളുടെ എല്ലാ SICയിലെയും SIC/XCയിലെയും എല്ലാ പ്രോഗ്രാംസിനെയും ആ ഒരു കറസ്പോണ്ടിങ് മെമ്മറിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റീലൊക്കേഷൻ ലോഡർ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ആണ് ലിങ്കിങ് ലോഡേഴ്സ്. ലിങ്കിങ് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷനാണ്. എന്തൊക്കെ ചെയ്യും? അബ്സല്യൂട്ട് ലോഡറിൻ്റെ ഫംഗ്ഷനും ചെയ്യും, അതായത് മെമ്മറിയിലോട്ട് പറക്കിയിടും, ലിങ്കിങ്ങും ചെയ്യും, അതുപോലെ ലോഡിങ്ങും ചെയ്യും, ലിങ്കിങ്ങും ചെയ്യും. 3 ഓപ്പറേഷനും ചെയ്യുന്നതാണ് ലിങ്കിങ് ലോഡേഴ്സ്. ലിങ്കിങ് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. ആ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് കണക്ട് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ റെഫറൻസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റെഫറൻസ് ഉള്ളതിനെല്ലാം അഡ്രസ്സ് കറക്റ്റായിട്ട് അസൈൻ ചെയ്യാനായിട്ടാണ് ലിങ്കിങ് ലോഡേഴ്സ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാസ് 1 നമുക്ക് കിട്ടുന്നതിൻ്റെ റെഫറൻസുകളെല്ലാം പാസ് 2 നമ്മൾ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സെയിം പ്രോസസ്സാണ്. എവിടെയെങ്കിലും ഏത് വേരിയബിളിനാണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ റെഫറൻസ് വേരിയബിളിന് കറസ്പോണ്ടിങ് അതിൻ്റെ അഡ്രസ്സിനെ ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യിക്കും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ ലിങ്ക് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലിങ്കിങ് ലോഡേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. എക്സ്റ്റേണൽ റെഫറൻസ്, നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടാവുക? എക്സ്റ്റേണൽ റെഫറൻസും ഉണ്ടാവും, എക്സ്റ്റേണൽ ഡെഫിനിഷൻസും ഉണ്ടാവും. അതെല്ലാം ഡിഫറെൻറ്റ് കൺട്രോൾ സെക്ഷനിലായിരിക്കും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കൺട്രോൾ സെക്ഷൻസിനെ നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ലിങ്കിങ് ലോഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 പ്രോഗ്രാംസ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മൾ 3 പ്രോഗ്രാം എടുക്കാമെന്ന് വിചാരിക്കുക. പ്രോഗ്രാം എ, പ്രോഗ്രാം ബി, പ്രോഗ്രാം സി. ആ 3 പ്രോഗ്രാംസിനും പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. അപ്പം പ്രോഗ്രാം എക്ക് സ്റ്റാർട്ട് എ ഉണ്ടാവും, എൻഡ് എ ഉണ്ടാവും. പ്രോഗ്രാം ബിക്ക് സ്റ്റാർട്ട് ബി ഉണ്ടാവും, എൻഡ് ബി ഉണ്ടാവും. പ്രോഗ്രാം സിക്ക് സ്റ്റാർട്ട് സി ഉണ്ടാവും, എൻഡ് സി ഉണ്ടാവും. ഈ പ്രോഗ്രാം എയിൽ തന്നെ സ്റ്റാർട്ട് എയും എൻഡ് എയും ഉണ്ടാവും. പ്ലസ് എന്തുണ്ടാവും? പ്രോഗ്രാം ബിയുടെ സ്റ്റാർട്ട് ബിയും എൻഡ് ബിയും വരാം. പ്രോഗ്രാം സിയുടെ സ്റ്റാർട്ട് സിയും എൻഡ് സിയും വരാം. പക്ഷേ ആ സ്റ്റാർട്ട് ബിയും എൻഡ് ബിയും സ്റ്റാർട്ട് സിയും എൻഡ് സിയും പ്രോഗ്രാം എയിൽ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് റെഫറൻസ് ചെയ്തിട്ടില്ല. റെഫർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എയുടെ സ്റ്റാർട്ട് എയും എൻഡ് എയും മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് നമ്മൾ പ്രോഗ്രാം ബിയുടെയും പ്രോഗ്രാം സിയുടെയും സ്റ്റാർട്ടും എൻഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ലിങ്കിങ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, ഫസ്റ്റ് നമ്മളുടെ പ്രോഗ്രാം എഴുതുകയാണ്. സ്റ്റാർട്ട് അതായത് 000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നെയിം പ്രോഗ്രാം എ എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നെയിം. പിന്നെ
പ്രോഗ്രാം എ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നെയിം, പിന്നെ സ്റ്റാർട്ട് എന്താണ് പ്രോഗ്രാമിൻ്റെ ലെങ്ത്. പ്രോഗ്രാമിൻ്റെ ലെങ്ത് എന്താ, നമ്മൾ 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 2 പ്രോഗ്രാം എ ആയതുകൊണ്ട് അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ റെക്കോർഡിൽ എന്തുണ്ടാവുള്ളൂ, പ്രോഗ്രാം എ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രോഗ്രാം എയുടെ എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടും അതിൻ്റെ എൻഡും. ഓക്കെ, പിന്നെ എന്തൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ. അപ്പം യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താക്കി വെക്കും, റെഫറൻസ് ആക്കി വെക്കും. അതാണ് എക്സ്റ്റേണൽ റെഫറൻസ്. ഡെഫിനിഷൻ റെക്കോർഡും റെഫറൻസ് റെക്കോർഡും ഉണ്ടാവും. എക്സ്റ്റേണൽ ഡെഫിനിഷൻ റെക്കോർഡിൽ എന്താണ്, പ്രോഗ്രാം എ ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം എയിൻ്റെ സ്റ്റാർട്ടും എൻഡും ആയിരിക്കും ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാം എയിലെ സ്റ്റാർട്ടും അതിൻ്റെ എൻഡും എന്താ, സ്റ്റാർട്ടും അതിൻ്റെ എൻഡും മാത്രമായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനകത്ത് ഡിഫൈൻ ചെയ്യാത്ത വേരിയബിൾ ഏതൊക്കെയാണ് വേണ്ട, എൻഡ് ബി വേണ്ട, ലിസ്റ്റ് ബി നമ്മൾ എന്താ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ റെഫർ ചെയ്യുന്ന എന്താണ്, പ്രോഗ്രാം ബിയുടെ സ്റ്റാർട്ടും എൻഡും പ്രോഗ്രാം സിയുടെ സ്റ്റാർട്ടും എൻഡും നമ്മൾ അതിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇനി ഇങ്ങനെയാണ് ഇത് നമ്മൾ എന്താണ് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്താ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് എന്താ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലിങ്കിങ് ലോഡേഴ്സിൻ്റെ 2 അൽഗോരിതംസ് എഴുതാനായിട്ട് എളുപ്പമായിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുകയാണ്. നമ്മളുടെ സ്റ്റാർട്ട് അഡ്രസ്സ് എന്താണ്, 0000 ആണ്. അത് യഥാർത്ഥത്തിൽ 000 ആവണമെന്നില്ല. നമ്മൾ പറയുകയാണ്, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പറയുകയാണ് 0000 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നെക്സ്റ്റ്, ഓരോ ലൈനിനും നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് 0020 നമ്മളുടെ ആദ്യത്തെ ലിസ്റ്റ് എ, ആ ഒരു ലൈന് ഒബ്ജക്റ്റ് കോഡ് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് LDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡിനെ കിട്ടും. നെക്സ്റ്റ് ലിസ്റ്റ് എക്ക് സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് സ്റ്റാർട്ട് എയുടെ എന്താണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടും, ദാണ്ടേ സ്റ്റാർട്ട് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്ക്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, എന്താ ഇതിൻ്റെ ഇക്യു, അതായത് ഇത് ഇറ്റ്സെൽഫ് 0040 സ്റ്റാർട്ട് എ, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഓഫ് എയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പ്രോഗ്രാം എ ആണ്. അതിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇക്യു സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സെൽഫാണ് അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ എന്താ 0040 എന്നുള്ളതാണ് നമുക്ക് അഡ്രസ്സ്. അത് നമുക്ക് കിട്ടും. ആ ഒരു അഡ്രസ്സിലോട്ടായിരിക്കും, അതിൻ്റെ ഹെക്സ് വാല്യൂയുടെ അഡ്രസ്സിലോട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ 0023 നമ്മളെന്താ ലിസ്റ്റ് ബി +4 എന്നാണ് എഴുതിയിരിക്കുന്നത്. ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുമോ? ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്തിടും നോക്ക്. ആദ്യം LDTയുടെ അഡ്രസ്സ്, അതായത് ലോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ കറസ്പോണ്ടിങ് റെഫറൻസിൽ നിന്ന് കിട്ടും. ദെൻ ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമുക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്താക്കി 0000 എന്നാക്കി +4ൻ്റെ അഡ്രസ്സ് എന്താ 004 എന്ന് നമുക്കറിയാം. അത് ഡയറക്റ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ അവിടെ 4 എന്ന് ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താ നമുക്കില്ലാത്ത എന്താണ് 0000 എന്ന് പറയുന്ന അഡ്രസ്സ് നമ്മൾ, അതായത് ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമുക്കില്ല. അതുകൊണ്ട് നമ്മളവിടെ എംപ്റ്റി ആക്കി വെച്ചു. ഇനി നമുക്ക് ആ ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ബിയുടെ അഡ്രസ്സാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൽ നോക്ക്, ആദ്യത്തെ നമ്മൾ ഹെഡർ റെക്കോർഡ് എഴുതി. ഹെഡർ റെക്കോർഡ് പ്രോഗ്രാമിൻ്റെ നെയിം എന്താ, പ്രോഗ്രാം എ എന്ന് പറയുന്നതാണ് പ്രോഗ്രാമിൻ്റെ നെയിം. നെക്സ്റ്റ് എന്താണ് 0000 എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. നെക്സ്റ്റ് എന്താ പ്രോഗ്രാമിൻ്റെ ലെങ്ത് 00063 എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ലെങ്ത് എവിടെ നിന്ന് കിട്ടും? നമ്മളുടേതാ ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. പ്രോഗ്രാം എ എൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്? 0060 എൻഡ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും ഇതിനകത്തുള്ള 3, അതായത് ഇത് കഴിഞ്ഞിട്ട് 3 എൻഡ് റെക്കോർഡിന് എന്താ അടുത്ത 3 ബൈറ്റല്ലേ എൻഡ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പം 0063 എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രോഗ്രാം എയുടെ എൻഡിങ് അഡ്രസ്സ്. അപ്പോൾ അതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, എൻഡ് ഓഫ് ദ പ്രോഗ്രാം 0063 എന്നും പറഞ്ഞ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഏതൊക്കെ ഡെഫിനിഷൻ റെക്കോർഡുകൾ ഉണ്ടെന്ന് നോക്കണം. ഡെഫിനിഷൻ റെക്കോർഡുകൾ ഏതൊക്കെയാണ് ഉള്ളത്? ഡെഫിനിഷൻ റെക്കോർഡുകൾ എന്ന് പറയുമ്പം സ്റ്റാർട്ട് എയും എൻഡ് എയും ആണ് നമ്മളുടെ ഡെഫിനിഷൻ റെക്കോർഡുകൾ. സ്റ്റാർട്ട് എയും എൻഡ് എയും. അപ്പോൾ എന്താ സ്റ്റാർട്ട് എയിൽ നമ്മളെന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ, സ്റ്റാർട്ട് എ ഡെഫിനിഷൻ റെക്കോർഡിൽ ആദ്യം
എന്താണ് ലിസ്റ്റ് എ എന്ന് പറയുന്നതിന് നമ്മളുണ്ടോ സ്റ്റാർട്ട് എ, അതായത് ലിസ്റ്റ് എ ആദ്യം വെച്ചു, അതിനുശേഷം അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വെച്ചു, പിന്നെ എൻ്റെ എയും അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും. 0040 എന്ന് പറയുന്നതാണ് ലിസ്റ്റ് എയുടെ അഡ്രസ്സ്. എൻ്റെ എയുടെ അഡ്രസ്സ് 0054 ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളുടെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. ഓക്കെ, പ്രോഗ്രാം എയിലെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ട്. ലിസ്റ്റ് എയുടെ സ്റ്റാർട്ടിംഗ് എന്താ? 0040 എന്ന് പറയുന്ന അഡ്രസ്സാണ്. എൻ്റെ അഡ്രസ്സ് 0054 എന്ന് പറയുന്ന അഡ്രസ്സാണ്. ആ അഡ്രസ്സാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? 0040യും 0054. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഏതൊക്കെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്? റെഫർ റെക്കോർഡ്. അതാണ് അവിടെ ആർ എന്ന് എഴുതിയിരിക്കുന്നത്. റെഫർ റെക്കോർഡ് ഏതൊക്കെയാണ് റെഫർ ചെയ്യുന്നതിനകത്ത്? സ്റ്റാർട്ട് ബിയും എൻഡ് ബിയും, അതുപോലെ തന്നെ സ്റ്റാർട്ട് സിയും എൻഡ് സിയും. അത് 4 എണ്ണമാണ് ഇവിടെ നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത റെക്കോർഡ് ഏതാണ്? ടെക്സ്റ്റ് റെക്കോർഡ്. ടെക്സ്റ്റ് റെക്കോർഡിൽ നമ്മൾ എത്രയുണ്ടോ അത് എത്ര എഴുതി. നെക്സ്റ്റ് എന്താണ്? ടെക്സ്റ്റ് റെക്കോർഡ്. ടെക്സ്റ്റ് റെക്കോർഡിൽ ആദ്യത്തെ ലൈൻ നമ്മൾ റീഡ് ചെയ്യണം. ആദ്യത്തെ ലൈൻ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോക്ക്, ഫസ്റ്റ് നമ്മൾ ലൈൻ റീഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എഴുതി, ദെൻ ഡെഫിനിഷൻ റെക്കോർഡ് എഴുതി, ദെൻ റെഫറൻസ് റെക്കോർഡ്. അപ്പം ഡിഫൈൻ റെക്കോർഡ് എഴുതി, റെഫ് റെക്കോർഡ് എഴുതി. ഇനി അടുത്ത എന്താണ്? അടുത്ത നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡുകളാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ ലൈൻ റീഡ് ചെയ്യാണ് 0020 എന്ന് പറയുന്ന ലൈനിലോട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ ഒബ്ജക്റ്റ് കോഡ് എന്താണ്? ഒബ്ജക്റ്റ് കോഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒബ്ജക്റ്റ് കോഡാണ് നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. ആദ്യത്തെ ലൈനിൽ ഒരു പ്രോബ്ലം ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ആദ്യത്തെ ലൈനിൽ എന്താ? ഓരോ 0020 എന്താണ്? ആദ്യത്തെ 0020 ആദ്യത്തെ 1D എടുത്തിട്ടു, പിന്നെ 04 എടുത്തിട്ടു, പിന്നെ 14 എടുത്തിട്ടു. നെക്സ്റ്റ് നമുക്ക് എവിടെയാണ് മാറ്റം വരേണ്ടത്? രണ്ടാമത്തെ ലൈനിലാണ് നമുക്ക് മാറ്റം വരുന്നത്. രണ്ടാമത്തെ ലൈൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ? ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ബിയുടെ അഡ്രസ്സ് നമുക്കില്ല. സ്റ്റാർട്ട് ബിയുടെ അഡ്രസ്സും കൂടെ കിട്ടിയാലേ ആ 4ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈന് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് ലൈനിലാണ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത്? 0023 എന്ന് പറയുന്ന ലൈനിലാണ് നമുക്ക് മോഡിഫിക്കേഷൻ വരേണ്ടത്. 0023 നമ്മൾ ആദ്യം എന്തിടും? 77 എടുത്തിടും. ദെൻ 0024 തൊട്ട് നമുക്ക് മാറ്റം വരുത്തണം. അപ്പം 0024 എന്ത് മാറ്റം വരുത്തണം? മോഡിഫിക്കേഷൻ റെക്കോർഡ് വരണം. കാര്യം എന്താണ്? ഈ ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് നമുക്കില്ല. എന്താണോ ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് അതും +4ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ നമ്മളിവിടെ എഴുതേണ്ടത്? മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതി 0023 നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിന് LDAയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് 2024 എന്താണ്? 5 ഹാഫ് ബൈറ്റ് 05 എഴുതിയിരിക്കുന്നുണ്ടോ? 5 ഹാഫ് ബൈറ്റ് എന്തും കൂടി ആഡ് ചെയ്യണം? ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് എന്താണോ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം എന്തിൽ സ്റ്റോർ ചെയ്യാൻ? 0024 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂയിലോട്ട് സ്റ്റോർ ചെയ്യാൻ. ക്ലിയർ ആയോ? മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ എഴുതി. എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നിൽക്കുന്നത് 0023 എന്ന് പറയുന്ന അഡ്രസ്സിൽ 72 എടുത്തിട്ടു. നെക്സ്റ്റ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത് 0024 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടാണ്. ആ 0024 എന്ന് പറയുന്ന അഡ്രസ്സ് തൊട്ട് എത്ര ഹാഫ് ബൈറ്റ്? 5 ഹാഫ് ബൈറ്റ് നമുക്ക് എന്ത് മാറ്റണം? 5 ഹാഫ് ബൈറ്റിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ലിസ്റ്റ് ബിയുടെ അഡ്രസ്സ് എന്താണോ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം 0024 എന്ന് പറയുന്നതിനകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ. ക്ലിയർ ആയോ? നോക്ക്, 0023 ഓൾറെഡി ലിസ്റ്റ് ബിയുടെ അഡ്രസ്സായ 77 എടുത്തിട്ടു. 0024 തൊട്ട് 5 ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 00004 എന്ന് പറയുന്ന 5 ഹാഫ് ബൈറ്റിൽ നമുക്ക് എന്ത് മാറ്റം വരുത്തണം? 5 ഹാഫ് ബൈറ്റിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ലിസ്റ്റ് ബിയുടെ അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം 0024 നമ്മൾ എന്ത് ചെയ്യാൻ? സ്റ്റോർ ചെയ്യാൻ. ക്ലിയർ ആയോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? അടുത്ത് നമ്മൾ 0027 വന്നു. 27 വന്നിട്ട് നമ്മൾ അവിടെ എന്തേ ചെയ്യുന്നത്? ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. കാര്യം എന്താ? ഹാഷ് വന്നതുകൊണ്ട് ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. എന്താണ്? എൻ്റെ എ നമുക്കറിയാം, ലിസ്റ്റ് എ നമുക്കറിയാം. എൻ്റെ എയുടെ വാല്യൂ എന്താണ്? എൻ്റെ എയുടെ വാല്യൂ 0054 ആണ്. മൈനസ് ലിസ്റ്റ് എയുടെ വാല്യൂ എന്താണ്? 0040 ആണ്. അപ്പം 0054 മൈനസ് 0040 കഴിയുമ്പോൾ 14 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്ത് വെക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് ഇത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഇക്യു എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ്. ദെൻ 0054 വരുമ്പോൾ എന്താണ്? എൻ്റെ അഡ്രസ്സ് നമുക്കറിയാം, ലിസ്റ്റ് എയുടെ അഡ്രസ്സ് നമുക്കറിയാം, പ്ലസ് ലിസ്റ്റ് സിയുടെ അഡ്രസ്സ് നമുക്കറിയാമോ?
ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സെൽഫാണ്. കാര്യം ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തണം? 0054 എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തണം. അപ്പോൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതി നെക്സ്റ്റ് എന്താ, ഏത് ലൈനിലാണ് മാറ്റം വരുത്തേണ്ടത്? 0054 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് മാറ്റം വരുത്തണം. എത്ര ഹാഫ് ബൈറ്റ്? 1 2 3 4 5 6 6 ഹാഫ് ബൈറ്റ് നമുക്ക് മാറ്റം വരുത്തണം. എവിടം തൊട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ ലൊക്കേഷൻ ലിസ്റ്റ് സിയുടെ വാല്യൂയും കൂടെ വേണം നമുക്ക് ആഡ് ചെയ്തിട്ട് വേണം എന്താ, ലിസ്റ്റ് സിയുടെ വാല്യൂയും കൂടെ, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് സിയുടെ വാല്യൂ എന്താണോ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം ഈ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡിൽ നമുക്ക് വെക്കാൻ. ക്ലിയർ ആയോ? ഇങ്ങനെ ആയിരിക്കും അതിനകത്ത് വരുന്നത് മോഡിഫിക്കേഷൻ റെക്കോർഡ്. എന്തിൽ മാറ്റം വരുത്തണം? 0054 എന്ന് പറയുന്ന ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂയിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. എത്ര ഹാഫ് ബൈറ്റ് മാറ്റണം? നോക്ക്, ഇത് ഫുള്ള് നമുക്ക് മാറ്റണം. അപ്പോൾ 6 ഹാഫ് ബൈറ്റ് നമുക്ക് മാറ്റം വരുത്തണം. ആ 6 ഹാഫ് ബൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? എൻ്റെ എയുടെ വാല്യൂ നമുക്കറിയാം, ലിസ്റ്റ് എയുടെ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് എൻ്റെ എയുടെ വാല്യൂ ലിസ്റ്റ് എയുടെ വാല്യൂ എന്ത് കിട്ടും? 14 എന്ന് പറഞ്ഞ് കിട്ടും. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ലിസ്റ്റ് സിയുടെ വാല്യൂ എന്താണോ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം 0054 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് അടുത്ത എന്താ? 0057ൽ നമ്മൾ എന്ത് മാറ്റം വരുത്തണം? എൻഡ് സി നമുക്ക് അറിഞ്ഞൂടാ, ലിസ്റ്റ് സി നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്താണ് 0057 എന്താ, എത്ര ഹാഫ് ബൈറ്റ് മാറ്റണം? 00 നോക്ക്, ഇതിനകത്ത് തന്നെ കാണാം നമുക്ക്. ഈ ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ 0057 ആദ്യം എൻഡ് സി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 0057 എന്താണ്, ലിസ്റ്റ് സി മൈനസ് സിയും ചെയ്യണം. രണ്ടും കൂടെ ഒരു ലൈനിൽ എഴുതണ്ട. നമുക്ക് കാര്യം നമുക്ക് എൻഡ് സി അറിഞ്ഞൂടാ, ലിസ്റ്റ് സി അറിഞ്ഞൂടാ. സോ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് സിയുടെ വാല്യൂ ആദ്യം ആഡ് ചെയ്യണം. നെക്സ്റ്റ് അതിൽ നിന്ന് ലിസ്റ്റ് സിയുടെ വാല്യൂ മൈനസ് ചെയ്യണം. എന്നൊക്കെ അങ്ങനെയാണ് നമ്മളുടെ എന്താ മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ എഴുതുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞതാണ്. എന്താ ഇവിടെ വരുമ്പം 0054 എന്താ എൻഡ് അറിയാം, ലിസ്റ്റ് അറിയാം. അപ്പോൾ 14 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ലിസ്റ്റ് സിയുടെ വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താ, ഇവിടെ 57ൽ നമുക്ക് എൻഡ് സിയും അറിഞ്ഞൂടാ, ലിസ്റ്റ് സിയും അറിഞ്ഞൂടാ. അപ്പം നമുക്ക് എന്താണ്, എന്താണോ നമ്മളുടെ വാല്യൂ അതിൻ്റെ കൂടെ ആദ്യം എന്ത് ചെയ്യണം? എൻഡ് സി ആഡ് ചെയ്യണം. പ്ലസ് എന്നിട്ട് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ലിസ്റ്റ് സി മൈനസും ചെയ്യണം. എന്നിട്ട് എന്താ, ആ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ എന്താ മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത 005Dയിൽ അല്ലെങ്കിൽ 005Aയിൽ നമുക്കറിയാം എൻഡ് സി അറിഞ്ഞൂടാ, ലിസ്റ്റ് സി അറിഞ്ഞൂടാ, ലിസ്റ്റ് എ -1 അറിയാം. ലിസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ 0040 -1 എന്താണ്? 0039 ആയിരിക്കും. അപ്പോൾ 0039 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ ആദ്യം എന്ത് ചെയ്യണം? എൻഡ് സി മൈനസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താണ്, ലിസ്റ്റ് സി ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് കോഡാണ് എന്താ, നോക്ക്, ലിസ്റ്റ് സി എൻഡ് സി ആഡ് ചെയ്യണം, ലിസ്റ്റ് സി മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ഓരോരോ. എന്നിട്ട് അവസാനത്തെ ലൈനിൽ നമ്മൾ എന്താ, ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന എയുടെ മൈനസ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്താണ്, നമ്മൾ ഇതിനകത്ത് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സുകളെല്ലാം 000യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് നമ്മളുടെ മെമ്മറി എവിടെയാണോ ഫ്രീ ആവുന്നത്, നമ്മളുടെ മെമ്മറി ഫ്രീ ആവുന്നത് എന്താ 4000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മളുടെ മെമ്മറി ഫ്രീ ആവുന്നത്. അപ്പോൾ ആ ഒരു മെമ്മറി ലൊക്കേഷനിലല്ലേ നമ്മളെ സ്റ്റോറിങ് എല്ലാം പെർഫോം ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെന്താ അവസാനം പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ, പ്രോഗ്രാമിലിരിക്കുന്ന ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ അത് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഫൈനലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെക്കുന്നത്. ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഏത് ലൊക്കേഷനിലാണോ നമ്മളുടെ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത് ആ ലൊക്കേഷനിൽ തൊട്ട് വേണം എന്താണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്താ ആ ഒരു പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ നമ്മളിവിടെ മൈനസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്താണ് പ്രോഗ്രാമിൻ്റെ ലിങ്കിങ് പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി അതുപോലെ ഇതൊരു പ്രോഗ്രാം എയുടേതാണ്, അതുപോലെ നമ്മൾ പ്രോഗ്രാം ബിയുടേതും അതുപോലെ തന്നെ പ്രോഗ്രാം സിയുടേതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ എന്താ ആദ്യം എഴുതേണ്ടത് ഹെഡർ റെക്കോർഡ്, നെക്സ്റ്റ് എന്താ ഡിഫൈൻ റെക്കോർഡ്, ദെൻ റെഫറൻസ് റെക്കോർഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്താ ഓരോ ടെക്സ്റ്റ് റെക്കോർഡുകൾ എഴുതാൻ. ഫൈനലി നമ്മൾ എന്താ അതിനുശേഷം മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതും, പിന്നെ എൻഡ് റെക്കോർഡ് എഴുതും. അപ്പോൾ ഈ ഡിഫൈൻ റെക്കോർഡിൻ്റെ കാര്യവും റെഫറൻസ് റെക്കോർഡിൻ്റെ കാര്യവും നമ്മൾ മറക്കരുത്. അത് രണ്ടും എഴുതിയിട്ട് വേണം ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ
കോഡും എഴുതാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഗ്രാം എയുടേത് എഴുതി, പ്രോഗ്രാം ബിയുടേത് എഴുതി, ദെൻ പ്രോഗ്രാം സിയുടേതും. അപ്പോൾ എഴുതി നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇത് പ്രോഗ്രാം എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, അത് നമ്മൾ നെക്സ്റ്റ്. അപ്പം ഇത്രയാണ് പ്രോഗ്രാം ലിങ്കിങ്ങിനെ പറ്റിയിട്ട്, ലിങ്കിങ് ലോഡേഴ്സിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ലിങ്കിങ് നടക്കുന്നത് എന്നുള്ളതുള്ള ഡീറ്റെയിൽസാണ് ഇത്രയും. ഓക്കെ, താങ്ക് യു.